ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. ഗുരുദേവകൃതിയിലെ അത്യുജ്വല രത്നമാണ് ഈ പദ്യം. ആധ്യാത്മിക അനുഭൂതിയെയും ലൗകികമായ അനുഭൂതിയെയും വ്യക്തവും മനോഹരവുമായി ഇവിടെ വർണ്ണിക്കുന്നു. ആരാണ് ഭാഗ്യവാൻ? പരയുടെ പാല് നുകർന്നവരാണ്. പരയുടെ പാൽ എന്നാൽ പരമാത്മജ്ഞാനം, അതായത് ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഭാഗ്യം പ്രയത്നം കൊണ്ട് മാത്രമല്ല ലഭിക്കുന്നത്, അതിന് അസാധാരണമായ ഈശ്വരകൃപ കൂടി വേണം. ആത്മജ്ഞാനത്തിന് പ്രയത്നം മാത്രം പോരാ, എന്നാൽ പ്രയത്നം അനിവാര്യവുമാണ്. അതിനോടൊപ്പം ഭഗവത് കൃപ കൂടി ചേരുമ്പോൾ നാം യഥാർത്ഥ ഭാഗ്യത്തിലെത്തുന്നു. അങ്ങനെ ഭാഗ്യം സിദ്ധിക്കുമ്പോഴോ നമുക്ക് കാലദേശങ്ങളുടെ തടവറയില്ല. കാലദേശാവധിഭ്യാം എന്ന് ഭട്ടതിരി നാരായണീയത്തിൽ പറയുന്നുണ്ട്. കാലത്തെ ദേശത്തെ നാം അതിവർത്തിക്കുന്നു. നമുക്കപ്പോൾ കാലത്തിൻ്റെ കണക്ക് പുസ്തകം ഇല്ല. 10,000 വർഷങ്ങൾ കടന്നു പോകുന്നത് നാം അറിയുന്നേയില്ല. തികഞ്ഞ അമൃതാനുഭവത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കാലചലനത്തെക്കുറിച്ച് ഓർക്കുകയേയില്ല. 10,000 ആണ്ട് ഒരൽപ്പനേരം എന്നാണ് ഗുരു പറയുന്നത്. നാം നമ്മുടെ നിത്യജീവിതത്തിലെ ഇത്തിരി പോന്ന സുഖങ്ങളിൽ അഭിരമിച്ചിരിക്കുമ്പോൾ പോലും മണിക്കൂറുകൾ കടന്നു പോകുന്നത് അറിയുന്നില്ല. അപ്പോൾ പിന്നെ അമൃതാനുഭവത്തെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? എന്നാൽ ഇതിന് നേർവിപരീതമാണ് ലൗകികമായ അനുഭവങ്ങൾ. അവിടെ കാലം വളരെ പ്രസക്തമായി വരുന്നു. നാം ഒരാളെ കാത്തിരിക്കുന്നു എന്ന് കരുതുക. അയാൾ വരാൻ വൈകുന്ന ഓരോ നിമിഷവും നമ്മിൽ ഉത്കണ്ഠകൾ നിറയ്ക്കും. സമയം കടന്നു പോകുന്നതിനെ കുറിച്ചോർത്ത് വിഷമിക്കും. നാം അസ്വസ്ഥരാകാൻ തുടങ്ങും. അല്ലെങ്കിൽ സമയം നീങ്ങുന്നില്ലല്ലോ എന്ന് പരിതപിക്കും. ഇത് ലൗകികമായ അനുഭവമാണ്. ഈ അനുഭവത്തിലായിരിക്കുമ്പോൾ, അതായത് നമ്മുടെ അറിവ് പ്രകൃതിക്ക്, വാസനകൾക്ക് അധീനമാകുമ്പോൾ അരനിമിഷം പോലും 1000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ളതായി തോന്നും. ഇവിടെ 2 അനുഭവങ്ങളെയും അറിഞ്ഞ ഗുരു നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ ആത്മോപദേശം നൽകുന്നു.